ഇവിടെ ഗൗരി വീട്ടുവാതിൽക്കൽ മനോഹരമായി കോലം വരച്ചിടുകയാണ്. ഇതു കണ്ടുവന്ന അവളുടെ ഭർത്താവ് ഷൂ ഇട്ട കാലുകൊണ്ട് കോലം ചവിട്ടി നശിപ്പിക്കുന്നു. ഭർത്താവ് പോയതും കരഞ്ഞുകൊണ്ട് ഗൗരി വീണ്ടും കോലം വരക്കുന്നു. ഇവള് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അടുത്ത വീട്ടിലെ മുരുകനും കണ്ണു നിറക്കുന്നുണ്ട്. മുരുകൻ കണ്ടെന്ന് കരുതി ഗൗരി കാണാത്ത മട്ടിൽ വീട്ടിലേക്ക് കയറി പോകുന്നു. ഒരു ദിവസം കേസ് ആവശ്യത്തിനായി മുരുകന്റെ വീട്ടിലെ ടേബിളും മറ്റും തിരയുന്നിടെ ഒരു ഫോട്ടോ കിട്ടുന്നു. ആ ഫോട്ടോയും എടുത്ത് ഭയങ്കര ദേഷ്യത്തോടെ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് ഫോട്ടോ കാണിക്കുന്നു. അതിൽ ഗൗരിയും മുരുകനും ഒന്നിച്ചിരിക്കുകയാണ്. ഗൗരിയുടെ ഭർത്താവ് ഒരു പാത്രം എടുത്ത് അടിക്കുന്നതും ഗൗരി അതിൽ നിന്ന് മാറിപ്പോകുന്നു. ശല്യം താങ്ങാനാവാതെ അടുപ്പിലിരുന്ന കറിച്ചട്ടി എടുത്ത് അയാളുടെ നേരെ ഒഴിക്കുന്നു. മുൻപ് ഈ ഗൗരിയും മുരുകനും പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിക്കാനും തീരുമാനിച്ചതാണ്. അന്ന് രാത്രി ഗൗരി ബസ് സ്റ്റാൻഡിൽ മുരുകൻക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. സമയമായിട്ടും മുരുകൻ വന്നില്ല. ഓടിപ്പോകുന്ന മകളെ പിടിച്ച അച്ഛൻ ഈ പോലീസുകാരൻക്ക് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. പക്ഷേ അന്ന് നടന്നത് മുരുകൻ വരുന്ന വഴിയിൽ മുരുകന്റെ കൂട്ടുകാരൻ ഫിറോസിനെയും കൂട്ടുകാരിയെയും ലവ് വീട്ടിലിറങ്ങി പ്രശ്നം നടക്കുകയായിരുന്നു. അവരുടെ പ്രശ്നം വലുതാകുകയും പെണ്ണിന്റെ അച്ഛൻ ഫിറോസിനെ കത്തിയെടുത്ത് കുത്തുകയാണ്. തൻ്റെ ഫ്രണ്ടിനെ കുത്തിയത് കണ്ട് മുരുകനും കത്തിയെടുത്ത് പെണ്ണിന്റെ അച്ഛനെ കുത്തുന്നു. ഇവിടെ തൻ്റെ ലവർ കൺമുന്നിൽ വെച്ച് മരിച്ചു വീഴുന്നത് കണ്ട് അതിലൂടെ വന്ന വണ്ടിയുടെ മുന്നിൽ ചാടി അവളും മരിക്കുന്നു. ഇതെല്ലാം നടന്നതിന് കാരണം മുരുകനാണെന്ന് പറഞ്ഞ് പോലീസുകാർ മുരുകനെ അറസ്റ്റ് ചെയ്യുന്നു.